അസ്സലാമു അലൈക്കും. 4-ാം ക്ലാസ്സിലെ അഖീദയുടെ വാർഷിക പരീക്ഷ മോഡൽ ചോദ്യ പേപ്പറും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിശോധിക്കാം. ഒന്നാമത്തത് യോജിപ്പിക്കാം, അതായത് ഈ ബ്രാക്കറ്റിൽ നിന്നുള്ളത് തെരഞ്ഞെടുത്ത് എഴുതാനാണ്. കാഴ്ച നൽകുന്നു, കിത്മാന് കഴിവില്ലാത്തവനാകൽ, ഒട്ടകം, കൈ പ്രകാശിക്കുന്നു, ഖാദിർ, ഹാഫിർ ഇവയാണ് യോജിപ്പിക്കാനുള്ളത്. ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മൂസ അലൈഹിസ്സലാം കൈ പ്രകാശിക്കുന്നു. മൂസാ നബിയുടെ മുഅ്ജിസത്താണെന്ത്? കൈ പ്രകാശിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മൂസാ നബിയുടെ വടി പാമ്പാകുന്നു. അതുപോലെ കല്ലുകൾക്കിടയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനൊക്കെയുള്ള കഴിവ് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. പ്രവാചകനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവരിൽ നിന്ന് പല അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ, അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. അപ്പൊ മൂസാ നബിയുടെ ഒരു മുഅ്ജിസത്താണത് കൈ പ്രകാശിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വടി പാമ്പാകുക, അതുപോലെ കല്ലിൽ നിന്ന് വെള്ളം വരിക, ഇതൊക്കെ. രണ്ടാമത്തത് കഴിവുള്ളവൻ, അതിനാണ് എന്താ പറയാ, ഖാദിർ. ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ അല്ലെ. മൂന്നാമത്തത് മറച്ചു വെക്കൽ, അനിക്കിത്മാൻ എന്നാ പറയാ, മറച്ചു വെക്കാന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥമാണത്. നാലാമത് സ്വാലിഹ് അലൈഹിസ്സലാം ഒട്ടകം, അതായത് പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിച്ചു. അത് സ്വാലിഹ് നബിയുടെ മുഅ്ജിസത്താണ്. അഞ്ചാമത് അർശിനെ ചുറ്റുന്നവർ, അതാരാ, ഹാഫൂൻ. ആറാമത് ഈസാ അലൈഹിസ്സലാം കാഴ്ച നൽകുന്നു, അതായത് അന്ധർക്ക്, കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച നൽകുക, അത് ഈസാ നബിയുടെ മുഅ്ജിസത്താണ് അല്ലെ. അതുപോലെ തന്നെ ഈസാ നബിക്ക് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുപോലെ വ്യാധികൾ, വലിയ രോഗങ്ങളൊക്കെ വന്നാൽ അവർക്ക് സുഖപ്പെടുത്തി കൊടുക്കുക, ഇതൊക്കെ ഈസാ നബിയുടെ മുഅ്ജിസത്താണ് അല്ലെ. ഏഴാമത്തത് കൗനുഹു ആജിസൻ, അതിന്റെ അർത്ഥമാണ് എന്ത്? കഴിവില്ലാത്തവനാവൽ. ഇനി വിപരീതം എഴുതാം. ബലാദത്ത് അല്ലെ, ബുദ്ധിമാന്ദ്യം, അതിന് വിപരീതം എന്താ? ഫത്താനത്ത്, ബുദ്ധികൂർമ്മത. ഇനി ഫത്താനത്ത്, അതിന് വിപരീതം ബലാദത്ത് തന്നെ. മൂന്നാമത്തെ ബഖാ അല്ലെ, അതിന്റെ വിപരീതം ഫനാ. ബഖാറൽ അന്ത്യമില്ലാതിരിക്കൽ, അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ത്? ഫനാ, നശിക്കല്. നാലാമത് തബ്ലീഗ്, എത്തിച്ചു കൊടുക്കൽ, അതിന് വിപരീതം എന്താ? കിത്മാൻ, മറച്ചു വെക്കൽ. പൂർത്തിയാക്കാം, അത് പൂർത്തിയാക്കാനാണ്. അപ്പം ആദമുൻ ഇദ്രീസു നൂഹ് ഹൂദ് മഅ സാലിഹ് വ ഇബ്രാഹിമു കുല്ലുൻ മുത്തബഅ. അടുത്ത മൂന്നാമത് ലാ യഅസൂനല്ലാഹ മാ അമറഹും വ യഫ്അലൂന മാ യുമറൂൻ. നാലാമത് ഇലിയാസ്, മൂസ, സക്കരിയ, യഹ്യ. ഇതാണ് പൂരിപ്പിക്കാനുള്ളത്. ഉത്തരം എഴുതാം. മുഅ്ജിസത്ത് എന്നാൽ എന്ത്? എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അവരാണ് നബിമാരിൽ നിന്ന്. അതിന് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നു അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൂസാ നബിന്റെ വടി പാമ്പാകലും, അതുപോലെ ഈസാ നബി കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച ശക്തി കൊടുക്കുക, സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിൽ പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുക്കുക, ഇതൊക്കെ എന്താണ്? ഇതൊന്നും സാധാരണ നടക്കുന്ന സംഭവങ്ങളല്ല. പക്ഷെ അത് നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക കഴിവാണെന്ത്? മുഅ്ജിസത്ത്. രണ്ടാമത്തത് ബിദ്അത്ത് ളലാലത്ത് എന്നാൽ എന്ത്? ഖുർആന്, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണെന്ത്? അതിനാണ് എന്താ പറയാ, ബിദ്അത്ത് ളലാലത്ത്. സുന്നത്ത് എന്നാൽ എന്ത്? നബിയുടെ വാക്കുകള്, പ്രവൃത്തികള്, മൗനാനുവാദങ്ങള്, അവിടെ നിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് നബിയുടെ സുന്നത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തത് സഫറത്ത് വിഭാഗത്തിന്റെ ജോലി എന്ത്? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവരാണ് ആര്? സഫറത്ത്. 4 എഴുതാനാണ്. ഖിയാമത്ത് നാളിന്റെ 4 അടയാളങ്ങൾ അല്ലെ. നമ്മൾ 10 അടയാളങ്ങൾ പറഞ്ഞു, അതിൽ 4 എഴുതിയാൽ മതി. നമുക്ക് 10 ഏതൊക്കെയാണെന്ന് നോക്കാം. ഉഖ്റവിയായ ഉലമാക്കളെല്ലാം മരണപ്പെടുക, അറിവില്ലായ്മ വർദ്ധിക്കുക. മൂന്നാമത്തത് വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം എന്നിവ അധികരിക്കുക. നാലാമത്തത്
സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വർദ്ധിക്കുക. അഞ്ചാമത്തത്, അർഹതയില്ലാത്തവർ കൈകാര്യകർത്താക്കളാവുക. ആറാമത്തത്, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക. ഏഴാമത്തത്, പൊതുമുതൽ സ്വന്തമാക്കുക. എട്ടാമത്തത്, പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക. ഒമ്പതാമത്തത്, സദ്വൃത്തരായ പൂർവികർ ആക്ഷേപിക്കപ്പെടുക. പത്താമത്തെ, ദീനിയായ അറിവുകൾ ദീനിനു വേണ്ടി അല്ലാതെ പഠിക്കുക. ഇതാണ് ഖിയാമത്ത് നാളിന്റെ 10 അടയാളങ്ങള്.